സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ടിറങ്ങുന്ന ഒരാളാണ്. അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒരിക്കലും എനിക്ക് സാധിച്ചില്ല. പക്ഷെ ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അതിന് സത്യം പറഞ്ഞാൽ ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നത്. ഈശ്വരൻ കൊണ്ടുതന്നെ ചാൻസായിട്ട് ഞാൻ കാണുന്നത്. എനിവേ അങ്ങനെ ഒരു വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം ആയിട്ട് മനസ്സ് നിറഞ്ഞ എന്നോട് നിൽക്കുകയാണ്. 2 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതില് ഒന്ന് ശിലാലേഖനങ്ങൾ, ഒന്ന് ഓളവും തീരുന്നു. ഓളവും തീരുന്ന സിനിമ ചെയ്യാനുള്ള കാര്യം നേരത്തെ ലാൽ പറഞ്ഞ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം എന്റെ ജീവിതത്തിൽ തുടങ്ങി. ഓളവും തീരവും എന്നുള്ളൊരു തിരക്കഥ വായിക്കണം എന്നാണ് ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള ആഗ്രഹം എന്റെ ജീവിതത്തിൽ. ഒരിക്കലും നിൽക്കുമെന്ന് വിചാരിച്ചില്ലെങ്കിൽ അത് സംഭവിച്ചതിന് സർവീസിനോട് നന്ദി. സാറിന് ഒരു നല്ല ജന്മദിനം കൂടെ ആശംസിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പ്രിയദർശൻ സാർ ഡയറക്ട് ചെയ്യുന്ന ഓളവും തീരവും എന്ന സിനിമ മുൻപ് ലാലേട്ടൻ ആ വീഡിയോയിൽ പറഞ്ഞത് പോലെ അത് ഇതിനു മുൻപ് MT സാറിന്റെ തന്നെ തിരക്കഥയിൽ മധു സാർ അഭിനയിച്ച് നമ്മൾ തിരശ്ശീലയിൽ കണ്ട് സൂപ്പർ ഹിറ്റായ ഒരു സിനിമയാണ്. MT സാറിന്റെ തിരക്കഥകളെ കുറിച്ച് നമ്മൾ കുറെ കാലം പിന്നോട്ട് ആലോചിക്കുമ്പോൾ അന്ന് പ്രേം നസീറും മധുവും എല്ലാം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ അഭ്രപാളികളിൽ അനശ്വരമാക്കി. മലയാള സിനിമയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ലെജൻഡ് തന്നെയാണ് മധു സാർ. ഈ ഒരു ദിവസത്തിൽ MT സാറിന് ആശംസകളുമായി മധു സാർ നമ്മളോടൊപ്പം ഒരു വീഡിയോയിൽ ചേരുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ കാണാം. MT എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ സിനിമാക്കാരനോ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. എൻ്റെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ്. അതാദ്യം അദ്ദേഹത്തെ ഞാൻ കാണുന്നതിന് മുമ്പ് ഞാൻ MTയുടെ ഒരു ആരാധകനായിരുന്നു. സാഹിത്യകാരനായ MTയുടെ എല്ലാ കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. നേരിട്ട് പരിചയപ്പെടുന്നത് മുറപ്പണ്ണിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ് അദ്ദേഹത്തെ കാണുന്നത് പരിചയപ്പെടുന്നത്. അതിനുശേഷം പിന്നെ വളരെ 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 അടുത്തു. അത് കഴിഞ്ഞ് ഞാൻ സിനിമാക്കാരനാണെന്നും MT സാഹിത്യകാരനാണെന്നുള്ള കാര്യമൊക്കെ മറന്നിട്ട് ഞങ്ങൾ ഏതായാലും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ എല്ലാ വർഷവും ഇങ്ങനെ തന്നെ MTയുടെ പിറന്നാളിൻ്റെ പുറകെ ഞാനുണ്ടാവും. എൻ്റെ പിറന്നാളിന് ഞാൻ ഓടിയെത്തുമ്പോൾ MT പിന്നെയും ഒരു കുറച്ച് നാൾ 3 മാസം തികച്ചില്ല മുമ്പേ ആയിരിക്കും. കൂടെ എത്താൻ പറ്റില്ല. ഇത്തവണയും അങ്ങനെ തന്നെ. ഇന്നിപ്പം MTയുടെ പിറന്നാളിന് ഞാനിപ്പോൾ എത്തി. പക്ഷെ ഞാനങ്ങനെ ഞാൻ കൂടെ എത്താം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ MT 2-3 മാസം മുമ്പേ ആയിരിക്കും. അങ്ങനെ ഞാനും MTയും കൂടെ കുറേ വർഷങ്ങളായിട്ട് മാസങ്ങളുടെ വ്യത്യാസത്തിൽ MT മുംബൈയും ഞാൻ പിൻബൈയായിട്ട് കഴിഞ്ഞു പോകുന്നു.